നമ്മൾ ഇന്നൊരു വി കോളർ ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ചെസ്റ്റ് സൈസ് ഒരു 38 ഇഞ്ചുള്ള ആളുടെ സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. ഷോൾഡർ വന്നിട്ട് 16 ഇഞ്ചാണ്, അതിൻ്റെ ഹാഫ് 8 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. താഴത്തേക്കും നമ്മൾക്ക് ഈ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് ലൈനാണ് വരയ്ക്കുന്നത് കേട്ടോ. ചെസ്റ്റ് വന്നിട്ട് 38 ഇഞ്ചാണെന്ന് പറഞ്ഞല്ലോ. 38 ഇഞ്ചിൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ 9.5 വരും. 1 ഇഞ്ച് നമ്മൾ ലൂസ് ചേർത്തിട്ട് 10.5 ഇഞ്ച്. ഇതിപ്പോൾ ഏത് സൈസാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ഇഞ്ച്, അപ്പോൾ നമുക്ക് 10.5 ഇഞ്ച് കിട്ടും. 1.5 ഇഞ്ച് നമ്മൾ സീം എലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ കോളർ നെക്ക് ആയതുകൊണ്ട് ഞാനൊരു 1/4 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1/4 ഇഞ്ച് ഷോൾഡറിന് സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ബാക്കി മാർക്ക് ചെയ്യാനായിട്ട്. ഇതാ നമ്മളിതിൻ്റെ സെൻറ്റർ 4 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഇതാ ആം ഹോൾ കർവ് ഇതാ ഇതുപോലെ ഒന്ന് ചിരിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഈ 2 പോയിന്റിലേക്ക് മുട്ടാൻ ഭാഗത്തിന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 18 ഇഞ്ചാണ് നമ്മുടെ ആം ഹോള്. ഇപ്പം നമുക്കതിൻ്റെ ഹാഫ് 9 ഇഞ്ച് കിട്ടണം. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഈ മുകളിൽ ഈ പോയിന്റ് മാർക്ക് ചെയ്തോടത്തുനിന്ന് വേണം നമ്മൾ അളന്ന് നോക്കാനായിട്ട്. കറക്റ്റ് മെഷർ ചെയ്ത് നോക്കുക. 9 ഇഞ്ചാണ് നമുക്കിവിടെ ആം ഹോൾ വരേണ്ടത്. 9 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. 3-3.5 ഇഞ്ചൊക്കെ കൊടുക്കാറുണ്ട്. 3.5 ഇഞ്ച് വരുമ്പോൾ വല്ലാണ്ട് വിടർന്ന് നിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഇത് വി കോളർ നെക്കാണെന്ന് പറഞ്ഞല്ലോ, 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഒരു മിനിറ്റ്, സോറി. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണമായിരുന്നു കേട്ടോ. അങ്ങോട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്. 1/2 ഇഞ്ച് നമ്മളിവിടെ ഗ്യാപ്പ് കൊടുക്കണം. ഈ 1/2 ഇഞ്ചിലേക്കാണ് നമ്മളിത് മാർക്ക് ചെയ്യേണ്ടത്. അര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം, മറന്നു പോകരുത്. ഇനി നമുക്കിത് വേസ്റ്റ് ലെങ്ത് ആണ് അടുത്തത് കാണിക്കുന്നത്. വേസ്റ്റ് ലെങ്ത്ത് ഇവിടെ 14 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. 13.5 നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് വരിക. ഇപ്പോൾ 1/2 ഇഞ്ച് നമുക്കിവിടെ സീം അലവൻസ് പോകും. അപ്പോൾ നമ്മളിത് അടിച്ചു വരുമ്പോൾ നമുക്ക് 13.5 കിട്ടുക. അപ്പോൾ 14 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ വേസ്റ്റ് എന്ന് പറയണത് 35 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 8.25 വരും. ഞാൻ ബാക്കിൽ ഒരു ചെറിയ ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടക്ക് ഇടുന്നില്ലെങ്കിൽ ഈ 8.25 നമുക്കിവിടെ മാർക്ക് ചെയ്താൽ മതി. ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, ടക്ക് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോൾ വയറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നല്ല ഷേപ്പ് കിട്ടും, ഫ്രണ്ട് ഭാഗം അങ്ങനെ ഉന്തി നിൽക്കില്ല. അപ്പോൾ ഒരു ടക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 3/4 ഇഞ്ച് നമ്മൾ കൂടുതലിട്ട് കൊടുക്കുക. ഇപ്പോൾ ടക്ക് ഉള്ളത് കൊണ്ടാണ് ഫ്രണ്ടിൽ ടക്കില്ല, ബാക്കിൽ മാത്രം ഒരു 3/4 ഇഞ്ച് ചേർത്ത് 9.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയും 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കാം.
ഇനി നമുക്ക് ഹിപ്പ് ലൈനാണ് നോക്കേണ്ടത്. ഹിപ്പ് ലൈന് 21 ഇഞ്ചാണ്. 42 ഇഞ്ചാണ് ഹിപ്പ്. അപ്പോൾ നമുക്ക് ഒരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.5 കിട്ടും. 10.5 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കൊരു 1 ഇഞ്ച്, ഇത് മാർക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇതിപ്പോൾ എ ലൈൻ കുർത്തിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. താഴ്ഭാഗത്തെ വിരിവ് നമ്മൾ വന്നിട്ട് 16 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. 16 ഇഞ്ച്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഹിപ്പ് ലൈൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, എ ലൈൻ ആയതുകൊണ്ട്. എ ലൈൻ അല്ലെങ്കിൽ നമ്മൾ ഹിപ്പ് ലൈൻ മാർക്ക് ചെയ്യുക, 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുക, എന്നിട്ട് സ്ലിറ്റ് ഇട്ട് തയ്ക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എ ലൈൻ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ കട്ട് ചെയ്തെടുത്തു, അല്ല മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതനുസരിച്ച് എടുക്കാം. ഇതിവിടെ നമുക്ക് 44 ഇഞ്ചാണ് ലെങ്ത്ത്. അപ്പോൾ അതിൽ നിന്നൊരു 2 ഇഞ്ച് കുറച്ച് 42 ഇഞ്ചിലാണ് നമ്മളിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ മാർക്കിങ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോളും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ നിന്നൊരു 3/4 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട്. 3/4 ഇഞ്ച് കേട്ടോ. ഈ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോള്. നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ബാക്ക് ആം ഹോളാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യരുത്, കാരണം ഇത് 2 ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് ആം ഹോള് കട്ട് ചെയ്യുക. മുക്കാൽ ഇഞ്ച് നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്തോടത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഇവിടെ ഒരു ചെറിയ നോച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് ലൈൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് നല്ല ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നെക്ക് കട്ട് ചെയ്യാം. ഈ വീനെക്ക് കോളർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വല്ലാണ്ട് ചേർന്ന് നിൽക്കരുത് എന്നുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ചെറുതായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. വീനെക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഭംഗി. ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിത് നല്ല ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. നല്ല ക്ലോത്തും നമ്മൾ ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്ലോത്ത് വെച്ചതിന് ശേഷം ഇതാ ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്യാണ്. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഭാഗം ഇതാ കറക്റ്റ് 1/2 ഇഞ്ചിൽ തന്നെ കട്ടിങ് നിർത്തുക. മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും കുഴിച്ചു വെട്ടാം.
ഇവിടെ നമുക്കൊരു നോച്ച് കൊടുക്കാം. ഇനി ബാക്ക് പോർഷനിൽ ടക്ക് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്നൊരു 10 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ടക്ക് പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വേസ്റ്റ് ലെങ്ത്ത് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹിപ്പ് പോയിന്റ് 21-ലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, അവിടെ വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം 3.5 ഇഞ്ചാണ് വേണ്ടത്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഒരു 1/4 ഇഞ്ച് കറക്റ്റ് വേണ്ട, ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെയാണ് നമ്മുടെ ടക്ക് വരേണ്ടത്. ഇങ്ങനെ 2 സൈഡിലും ടക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക് മാത്രം നമ്മൾ ടക്ക് മാർക്ക് ചെയ്താൽ മതി. ഫ്രണ്ട് പോർഷൻ അടിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന ആ ജോയിൻറ്റിൽ കൂടെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ കോളർ അറിയാലോ, നമുക്ക് വേറെ ഷേപ്പ് ഒന്നും കട്ട് ചെയ്യേണ്ട, ഒരു സ്ട്രെയിറ്റ് സ്ട്രിപ്പ് കട്ട് ചെയ്താൽ മതി. ഒരു 3 ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കോളറിന് വേണ്ടിയിട്ട് ഇതാ 3.5 ഇഞ്ചിൽ നമ്മളൊരു സ്ട്രിപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 1 സൈഡ് 11 ഇഞ്ചാണ് കോളറ് വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ ചേർത്തിട്ട് ഒരു 13 ഇഞ്ചിലാണ് നമ്മൾ ഇത് മടക്കിയിട്ടിട്ടാണ് കേട്ടോ. മൊത്തം 26 ഇഞ്ച് രണ്ടായി മടക്കിയിട്ടിരിക്കുകയാണ്. 26 ഇഞ്ചിൽ നമ്മളിങ്ങനെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. ഇനി ക്യാൻവാസ് ഉള്ളിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് ചെയ്യാം. നോർമലി ക്യാൻവാസ് കട്ടിയുള്ള തുണിയാണെങ്കിൽ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. നമ്മളിതാ ഇത് വെറുതെ ഇങ്ങനെ മടക്കി നമ്മൾ അതിലൂടെ വെച്ചടിക്കുകയാണ് വേണ്ടുള്ളൂ. ഈ വീതിയിൽ ആ റേഞ്ച് നമുക്ക് ഉള്ളിലേക്ക് പോകും. ഈ വീതിയിലാണ് നമുക്ക് കോളർ വരിക. കോളർ കട്ട് ചെയ്യാൻ വേറെ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, താങ്ക് യു.